നമ്മളെ ഫോണിൽ എന്തായാലും ഒരു ലോഞ്ചർ ഉണ്ടാവും. ഡീഫാൾട്ടായിട്ട് ഒരു ലോഞ്ചർ വരും. ഈ ലോഞ്ചറിൽ അധികം ഫീച്ചറുകളൊന്നും ഉണ്ടാകില്ല. അത് തന്നെയല്ല, ഫോൺ വാങ്ങിയാലും തൊട്ടേ നമ്മൾ ഉപയോഗിച്ച് ബോറടിച്ചിട്ടുണ്ടാവും. അപ്പം നമുക്ക് നല്ല ലോഞ്ചറുകൾ ഉപയോഗിക്കാം. അതും നമ്മളെ ബാറ്ററി ഉപയോഗമൊക്കെ കുറയ്ക്കുന്ന സൈസ് മിനിമലായിട്ടുള്ള അടിപൊളി ലോഞ്ചർ. അങ്ങനത്തെ ഒരു ലോഞ്ചറാണ് ഇന്നത്തെ ഈ വീഡിയോ, റേഷ്യോ ലോഞ്ചർ. വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. ലോഞ്ചർ നിങ്ങൾക്ക് ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമുക്ക് ഈ ലോഞ്ചർ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അതെങ്ങനെ വരുന്നത്, എന്തൊക്കെയാണ് ഉള്ളത് നോക്കാമല്ലോ. ലോഞ്ചർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. ആവശ്യമുള്ള പെർമിഷനുകൾ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫേവറേറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ്, മെസ്സേജിങ് ഒക്കെ ഏതൊക്കെയാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാം, ജിമെയിൽ, വാട്സപ്പ് 3 സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുത്ത് നെക്സ്റ്റ്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണോ അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണക്ടിവിറ്റി കൊടുത്ത്, അതുപോലെ മെസ്സേജിങ്ങും കൊടുത്ത്, 2 കൊടുത്ത്. അതൊക്കെ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യട്ടോ. അതിനുശേഷം നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം മേക്ക് ഡിഫാൾട്ട് എന്നിടത്തിൽ ഇത് നമുക്ക് ഡിഫാൾട്ട് ലോഞ്ചറായിട്ട് സെറ്റ് ചെയ്യാം. റേഷ്യോ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് സെറ്റ് ആസ് ഡിഫാൾട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ ഡിഫാൾട്ട് ലോഞ്ചർ ഇതായി മാറി. പിന്നെ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഇൻ്റർഫേസ്. അടിപൊളി, വേറൊന്നുമില്ല. ഫുള്ള് ഡാർക്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമ്മൾ ആപ്പ് ഡ്രോവർ വരും. എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അടിപൊളി ഐക്കണൊക്കെ ആയിട്ടാണ് വരുന്നത്. അതുകൂടാണ്ട് ഈ മെസ്സേജിങ്ങിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ സെലക്ട് ചെയ്ത മെസ്സേജിങ് ആപ്ലിക്കേഷൻ ഇവിടെ ഉണ്ടാവും. കണക്ടിവിറ്റി സെലക്ട് ചെയ്താൽ നമ്മളെ കണക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഫോട്ടോസ്, ഗാലറി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അതൊക്കെ അങ്ങ് ഹൈഡും ചെയ്യാം. അതുകൂടാണ്ട് ഈ സെർച്ച് ഐക്കണുണ്ട് താഴെ. ഈ സെർച്ചിൽ നമുക്ക് ആപ്ലിക്കേഷൻസ്, കോണ്ടാക്റ്റ് ഒക്കെ സെർച്ച് ചെയ്യാം. ഇതിലൊന്ന് ലോങ് പ്രസ് ചെയ്താൽ ഇവിടെ കുറേ സെറ്റിങ്സ്, ഓരോ സെറ്റിങ്സും നമുക്ക് ഉപയോഗിക്കാനാവും. ഇവിടെ ഡ്രോവർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു കസ്റ്റം ഡ്രോവർ ഉണ്ടാക്കിയെടുക്കാം. മേലെ കംപ്ലീറ്റ് സെറ്റപ്പ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ക്രിയേറ്റ് ന്യൂ ഡ്രോവർ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. വിഡ്ജറ്റുകളൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ നമ്മളെ മെസ്സേജിങ് നോട്ടിഫിക്കേഷനുകളൊക്കെ ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്ത് അവിടെ കിട്ടും. ഇവിടുന്ന് നമുക്ക് ഡയറക്റ്റ് ഓരോ മെസ്സേജിങ്ങിലേക്കും പോകാനും ആവും. ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്താൽ വേറെ ഉണ്ട്. ഓരോരുത്തരും എല്ലാം ഉപയോഗിച്ച് നോക്കുക. അടിപൊളിയാണ് സംഭവം. ഏതായാലും ഉപയോഗിക്കാനും എളുപ്പമാണ്, കാണാനും ലുക്കാണ്. ബാറ്ററി ചാർജ് തീരെയല്ല, കണ്ണിനും നല്ലതാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കൊടുക്കണം. നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ എന്ന്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.